ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് വളരെ വിജൃംഭിച്ച റോഡാണെന്ന്. കാരണം അത്രക്ക് സൂപ്പറായിട്ടുള്ള റോഡ് വേറെ എവിടെയും കിട്ടില്ല. എന്തായാലും ഓടിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞു കേട്ടു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ് ഞാൻ നേരത്തെ നിൽച്ചു, നോക്കൂ സമയം 8:30 ആയിട്ടുള്ളൂ. ഞാൻ നേരത്തെ നിൽച്ചു ബിക്കോസ് നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയാക്കണം, അങ്ങനെ കുറേ പരിപാടി. എന്നാൽ ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം. എന്നിട്ട് അവിടെ തറവാട്ടിൽ എമ്മാൻ്റെ വീട്ടിൽ 2 ആൾക്കാരുണ്ട്, അതിനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണം. ടേക്ക് സബ്സ്ക്രൈബ്. പട്ടിഷമാണ്, വേറെ ഒന്നല്ല. പക്ഷെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. ഇവിടെ പണിക്കാരുണ്ടായതുകൊണ്ട് ചായക്കടി, പിന്നെ ഓരോന്നിനെ പേപ്പറൊക്കെ വാങ്ങും. ഓക്കെ, ഞാൻ ഇവിടെ പൊന്നൂസിനെയും ഹൈമോളെ കൂട്ടാൻ വന്നതാണ്. പൊന്നൂസ് ഇത് അവിടെ, ഹൈമോളുണ്ട് ഇവിടെ. ജീവനെ കൂട്ടിയിട്ട് വീട്ടിൽ പോകണം. ഇത്രയും നേരം ഞങ്ങൾ ക്യാമറ ഓൺ ആക്കിയപ്പോൾ അപ്പാണ് വീണ്ടും വന്ന് ഗൈസ് ക്യാമറയിൽ. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. പൊന്നൂസിനെയും കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വരെയെത്തി. കഴിച്ചിട്ടില്ല, ഞാൻ പട്ടിണിക്ക് പോയതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കണം, വയറ് കത്തിയിട്ട് വയ്യ. ഇന്നിവിടെ പൊറോട്ട ഉണ്ട്. എനിക്ക് ആ ഒരു സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പ്ലേറ്റ് എടുക്കും, ഒറ്റയ്ക്ക് തന്നെ സാധനം എടുക്കും, ഒറ്റയ്ക്ക് തന്നെ ലേറ്റ് ഇടും, ഒറ്റയ്ക്ക് തന്നെ കഴിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ആകുമ്പോൾ ആരും എടുത്ത് തരില്ല, നമ്മളെ എടുത്താണ്ട് സന്തോഷമായിട്ട് കഴിക്കും. ഇവിടെ പൂരിയാണ് ഗൈസ്, പക്ഷേ എനിക്ക് പൂരി ഇഷ്ടമല്ല. ബേസിക്കലി ഞാൻ പൂരി കഴിക്കാറില്ല. ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ മാത്രം കഴിക്കും. സ്പെഷ്യൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി നമുക്ക് രാത്രി കഴിക്കാം. ഇവിടെ നമുക്ക് പൊറോട്ട കഴിക്കാം. പൂരി വിത്ത് കടലക്കറി. ഐ ഡോണ്ട് ലൈക്ക് ദിസ് പൂരി. അങ്ങോട്ട് എടുത്തുകൂടി, നിങ്ങളെന്താണ് സ്പീഡില്ല മനുഷ്യന്. അഹങ്കാരമാണ്. പുക പോകണ്ടോ? ഇതൊക്കെ എന്താണ്? എന്തൊക്കെ പേപ്പറാണ് കഴിച്ച്. നല്ല പൊറോട്ട വിത്ത് നല്ല കറി. ഇനി കുറച്ച് ചായ കൂടി കിട്ടിയാൽ കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ അവിടെ പോയി വന്ന്, നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഫുഡ് കഴിച്ചാണ്ട് വന്ന്. ഇനി അതാ ഞാൻ അവളെ സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ പോവാണ്. അതിൻ്റെ ഫേസ് വാഷ് ഇവിടെ സ്കൂളിൽ കൊണ്ടാക്കണം, തിരിച്ചു വരണം. പിന്നെന്താണ്, വരുന്ന കാര്യത്തിൽ ഒന്ന് അക്ഷയ കയറണം. കിടന്നുറങ്ങുന്നതല്ല, അക്ഷയ പോയി എന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, പോയിട്ട് വരാം. ഗൈസ് ഞങ്ങൾ ഈ കയറ്റം കയറി മേലെത്തിയപ്പോഴാണ് മനസ്സിലായത് അപ്പുറത്ത് കൂടെ വണ്ടി വിടൂലാന്ന്. ബിക്കോസ് അവിടെ ലോക്കാണ്, അവിടെ എന്തോ റോഡ് പണിയൊക്കെ നടക്കുകയാണ്. അപ്പം അവിടെ ബോർഡ് ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെ കയറി വന്നാണ്. എൻ്റെ മുന്നേ വന്ന 2 ആൾക്കാർ ഓൾറെഡി മൂഞ്ചി, ഞാൻ പോയപ്പോൾ 3 ആൾക്കാർ ടോട്ടലി മൂഞ്ചി. ഈ ഇപ്പുറത്ത് കൂടെ കറങ്ങി തിരിഞ്ഞ് വളഞ്ഞ് മൂപ്പിടിക്കണം. കുഴപ്പമില്ല, ആക്കി കൊടുക്കൽ നമ്മളെ കടമായി പോയല്ലോ. ഗൈസ് ഈ ബോർഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇത് കുറച്ചെടുത്ത് സെൻറ്ററിക്ക് വെച്ചാലല്ലേ കാര്യമുള്ളൂ. അത് കുറച്ചെടുത്ത് സെൻറ്ററിക്ക് വെച്ചേക്കണമെങ്കിൽ വണ്ടി അങ്ങോട്ട് പോകില്ല. സൈഡിൽ വെച്ച ആൾക്കാർ വിചാരിക്കും അവിടെ പരിപാടി ഇല്ല. എന്തായാലും പോയേക്കാം. ഗൈസ് ഇവിടുത്തെ റോഡൊക്കെ വളരെ വിജൃംഭിച്ച റോഡാണ്, സൂപ്പർ റോഡാണ്. കുറച്ചും കൂടി മുന്നേക്ക് പോകുമ്പോൾ ഇതിൽ സൂപ്പറാണ്. എന്തായാലും ആക്കി കൊടുത്തിട്ട് വരാം. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് വളരെ വിജൃംഭിച്ച റോഡാണെന്ന്. കാരണം അത്രക്ക് സൂപ്പറായിട്ടുള്ള റോഡ് വേറെ എവിടെയും കിട്ടില്ല. എന്തായാലും ഓടിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞു കേട്ടു. ഗൈസ് സ്കൂള് ഫുള്ള് കുട്ടികൾ ക്ലാസ്സിൽ കയറി. ഈ മോയിന്തിനെ ക്ലാസ്സിലാക്കി കൊടുക്കാനായിട്ട് വന്ന രക്ഷിതാവായില്ലേ ലടി, രക്ഷിതാവായില്ലേ, ആക്കി കൊടുത്തിട്ട് വരാം. 5th സിയിൽ പഠിക്കുന്ന ഹൈമോളെ ആക്കി കൊടുക്കാൻ പോകുന്നത് ഞാൻ. ഭയങ്കര ക്രൗഡായിരിക്കും ഗൈസ്. സ്കൂളിലാണ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ വെറുതെ പോയി ഗൈസ്, ക്ലാസ്സിൽ ടീച്ചർ പോലും വന്നിട്ടില്ല. വെറുതെ പോയി പ്ലിങ്ങായി വന്ന് ഗൈസ്. പൊന്നു പോവാണ് ഗൈസ്. പൊന്നു വന്നു പോയി വളരെ സ്പീഡായിട്ടുള്ള പരിപാടി തീർക്കാണ്. പോവല്ലടി, ഇവിടെ മൈൻഡ് ചെയ്യില്ല. പോവാണ് പറഞ്ഞടാ. ഇവിടെ ക്യാമറ കണ്ടേ ഞാൻ സംസാരിക്കില്ല, ഭയങ്കര മടിയാണ്. ആക്കി കൊടുത്തിട്ട് ഉമ്മനെ സ്കൂളിൽ കൊണ്ടുപോയാക്കണം. ഫുള്ള് പണിയാണ്, എന്നാൽ ചെന്നാൽ മതി. പുറത്താണെങ്കിൽ പെരും മഴ. മഴ പോയോ? പോയില്ല, മഴ പെയ്യുന്നുണ്ട്. നേരത്തെ അത്ര മഴയില്ല. പെരും മഴ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല മഴയാണെന്ന്. ഗൈസ് അങ്ങനെ നമ്മൾ ചേളായിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അനിയത്തിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉമ്മൻ്റെ പേരിൻ്റെ എന്തോ ചേഞ്ച് ചെയ്ത്, അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് സ്കൂൾക്ക് എന്തോ മുദ്രപത്രമൊക്കെ എന്തോ ആയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. കിട്ടുമോ അറിയില്ല, പക്ഷേ നമുക്ക് നോക്കാം. ഗൈസ് ഒന്ന് ചെങ്ങല ടൈറ്റ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഗൈസ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പേരയിലെത്തി ഗൈസ്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ റിസൾട്ട് കാണിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ട്. എന്തായാലും സെറ്റാക്കാം. കുറച്ച് നേരം വണ്ടിയിൽ തന്നെ കിടക്കാല്ലേ. എന്നാലും ക്ലീൻ ഷേവ് അടിച്ചാലോ, എന്താ പാട്. മറ്റേ ഒരു ലിമിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ താടി ഒരു കിട്ടുന്നില്ല. ഡ്രിം ചെയ്യാതാവുന്നല്ലേ, ക്ലീൻ ഷേവിനെക്കാളും നല്ല ഡ്രിമ്മാണ്. എന്നാൽ ഡ്രിം ചെയ്യല്ലേ, ഡ്രിം ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ പഴയ കഴിവിനൊന്ന് പുതുക്കി പണിതാലോ എന്ന് ആലോചിക്കുക. പുതുക്കി പണിയല്ല, പോലും പുതുക്കിയാലോ. എന്താ സംഭവം എന്നല്ലേ, നമുക്ക് പറയണില്ല, ചെയ്യാം. പഴയ കയ്യിന് എത്രത്തോളം വർക്കാവുന്നത് വലിയ ഐഡിയ. ചെറിയൊരു പേരില്ല, നല്ല തളച്ചായ കൈമൊക്കെ പറഞ്ഞല്ലോ. ആരും ചായ അടിക്കാനൊന്നും വിളിക്കണ്ടോ, ഞാൻ വരില്ല.
ഗൈസ് ഞാൻ പറഞ്ഞിരുന്നു BSNL സിം എടുക്കണം, നമുക്കൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്നറിയില്ല. പോയിട്ട് നോക്കാം, അന്വേഷിച്ചിട്ട് പറ്റുന്ന അനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുത്തിട്ട് വരാം. കാരണം നെറ്റ് മുതലാവണില്ല, എനിക്കതില്ലാതെ നടക്കില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ സിം എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇതൊരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വർക്ക് ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ സമയം ഒരു 5:30 ഒരു 10 മണി ഞാൻ വിട്ടു നോക്കാം. ഇപ്പോൾ സമയം 6 മണിയായി ഗൈസ്. ഇതേ കണ്ടോ 6 മണിയായി ഗൈസ്. എൻ്റെ അനിയത്തി അവിടെ ബസ് സ്റ്റോപ്പിൽ ഇപ്പോൾ വരും. അപ്പോൾ നല്ല മഴക്കാറാണ്, എന്താ പുറത്ത് പോയി ഞങ്ങൾക്ക് മനസ്സിലാവും, നല്ല മഴക്കാറാണ്. സമയം 6 മണിയാകുമ്പോൾ ഇത്ര ഇരുട്ടായി. അപ്പം അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, പേടിയാവും. ചിലപ്പം കുട കൊണ്ടുപോയിട്ടുണ്ടാവല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അവളെ പോയി കൂട്ടിയിട്ട് വരാം. അല്ലെങ്കിൽ നല്ല മഴക്കാറാണ്, നല്ല പെരും മഴ പെയ്യും. ഇന്നെന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകണില്ല കേട്ടോ ഗൈസ്, നാളെ പോവാം. കാരണം മഴ ആയി കഴിഞ്ഞാൽ പോകാൻ കഴിയില്ല. പോവാം, ബൈക്കിൽ കുടുങ്ങി നിർത്തി പോയി അവിടെ എത്തുമ്പോൾ ലാസ്റ്റ് 10 മണിയാവും. അതുകൊണ്ട് മഴ ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ പോകാം. നിങ്ങൾക്ക് ഏകദേശം റെഡി ആയി തുടങ്ങി, നാളെ മുതൽ ഞാൻ വർക്കിന് പോകും. ഓക്കെ, പോയി അവളെ കൂട്ടിയിട്ട് വരാം. മഴ ചെയ്താൽ പിന്നെ ഫുള്ള് കൊടുക്കും ഗൈസ്. അങ്ങനെ തേടിയ വള്ളി കാലിൽ ചുറ്റിയിരിക്കുകയാണ്. ഒപ്പന കളിച്ചിട്ട് കാലുവേനൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണേ, ഉള്ളത് തന്നെ ഡേ അല്ലല്ലോ ഗൈസ്. ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മെഷീനൊക്കെ കുത്തിയിട്ടീന് കേട്ടോ, എന്തായിന്നാവും ഈ സാധനം. കുഴപ്പമില്ല ഗൈസ്, നമുക്കൊന്ന് ചെയ്ത് നോക്കിയല്ലേ. പകുതിക്കെന്ന് വെച്ച് നിന്ന് പോയാൽ ഒന്നും കൂടി കുത്തിട്ടിട്ട് ഒന്നും കൂടി. എനിക്ക് വലിയ മടിയൊന്നും ഇല്ല, കാരണം ഞാൻ ഇടക്കിടക്ക് ക്ലീൻ ഷേവ് ചെയ്യണതാണ്. അതിനോട് വലിയ ചിലപ്പൊന്നും ഇല്ല, എന്താ പാടുന്ന അറിയില്ലല്ലോ. നോക്കാം, ചെയ്ത് നോക്കാം. ഗൈസ് എങ്ങനെയുണ്ട് നോക്കിട്ടോ. മീശ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കാരണം ഞാൻ ഇതുവരെ മീശ വെച്ച് നടന്നിട്ടില്ല, മീശ മാത്രം വെച്ച് നടന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് വെക്കണം. ഇവിടെ അരച്ച് മുടിയായിട്ടോ ഗൈസ്, മുടിയല്ല റോമം. ഇതെങ്ങാനും ഇവിടുന്ന് കേൾക്കാതെ പോയി കഴിഞ്ഞാൽ മുട്ടുകാരെ അടിച്ചു പിടിക്കുന്നതാണ് ഉമ്മന്റെ മറ്റേ സാധനം, ഇത് ഭീഷണി. ഗൈസ് ഇവര് വരണേ ഈ മീശ വെച്ച് 2 ലുക്ക് ഉണ്ടെന്ന്. ഇമ്മക്കോ വലിയൊരു ഉമ്പറത്തിട്ടില്ല, എന്നാൽ പിന്നെ നമുക്ക് പഠിച്ചേക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ കമന്റ് ഒന്നും ചെയ്യണ്ട, ഞാൻ പഠിച്ച് ക്ലീൻ ഷേവ് ആണോ, മീശ മാത്രം വെക്കണാണോ, താടി മീശ കൂടി വെക്കണാണോ നല്ലത്, നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് തരുമോ. എന്നാൽ പിന്നെ എനിക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഡിസിഷനും കൂടി ഒന്ന് എനിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കമന്റ് ചെയ്യാം, നമുക്ക് താടി വരുമ്പോൾ സെറ്റാക്കാം. ഗൈസ് ഞാനൊന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ മറന്നുപോയി. രാവിലെ 2-3 പൊറോട്ട എന്നാണ്. എന്നോട് രാത്രി വരെ ഫുഡിൻ്റെ ആവശ്യം വന്നില്ല, കഴിക്കാനുള്ള ഓർമ്മ പോലും ഇല്ല എനിക്ക്. ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കൈ കഴുകാം. ഇന്നത്തെ സ്പെഷ്യൽ ദിസ് ഈസ് മൈ ഫുഡ്. ഇതാണോ എൻ്റെ ഫുഡ്? ചോറ്, മീന്, ഉപ്പേരി, ലാവിഷ്. കഴിക്കട്ടെ. ഇപ്പൊ സമയം ഏകദേശം ഒരു 8-8:45 ആവാനായിട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് സിം ഇട്ട് നോക്കാം എന്താ അവസ്ഥ എന്നറിയില്ല. ഇതിൽ ഓൾറെഡി ഒരു ജിയോന്റെ സിം ഉണ്ട്, പക്ഷെ അതിൽ ഞാൻ റീചാർജ് ചെയ്യാത്തതുകൊണ്ട് തള്ളക്ക് വിളി കേൾക്കുന്നുണ്ട്, വേറെ വിഷയം. പക്ഷെ അത് മാറ്റിയിട്ട് നമുക്ക് ഇതിലൊന്ന് ഇട്ട് നോക്കാം എന്താ അവസ്ഥ എന്നറിയില്ല. നെറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നാൽ എൻ്റെ പരിപാടികളൊക്കെ കഴിക്കായിരുന്നു. ഇതാണ് നമ്മുടെ ഫോൺ കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കവർ പറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സിമ്മിടുള്ള സ്ഥലം മിസ്റ്റർ കേരള. ജിയോ സിം ഉണ്ട് ഗൈസ്, ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? ജിയോ മാറ്റിയിട്ട് നമുക്ക് നമ്മളെ സാധനം കേട്ടോ. പിന്നെ ഇവിടെ വെച്ച് നോർമല്ലല്ലോ. ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടന്നുമ്പോൾ എൻ്റെ വണ്ടിക്കാണ് കയറുക, അത് പ്രശ്നം. ദിസ് കട്ട് അല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് അങ്ങനെ പറ്റുമോ അറിയില്ല. അങ്ങനെ ഒന്നും ആക്കണ്ട, വലിയ റിസ്ക് ഒന്നുമില്ല ഗൈസ്. ഇതാണ് ഗൈസ് സാധനം. എങ്ങനെ ഇടണോ, ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നമ്മളെ ഫോണിലേക്ക് ഇങ്ങനെ. ഓക്കെ, എന്താ പാടെന്ന് അറിയില്ല, നോക്കട്ടെ. എമർജൻസി കോൾ ഓൺലി, നോ സർവീസ്. യെസ് വന്ന് ഗൈസ്. ഇതാ ഇവിടെ BSNL സംഭവം എന്താണ്. നെറ്റ് കിട്ടുമോ നോക്കാം, നെറ്റ് കിട്ടുമോ നോക്കാം ഗൈസ്. റേഞ്ച് പോയിട്ടോ, നെറ്റ് കിട്ടുമോ നോക്കാം. H+ ആണ്, 4G ആയിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ. 3G മോഡാണ്, പക്ഷെ H+ ആണ്. നെറ്റ് വരുന്നുണ്ട്. നമ്മളെ വീഡിയോ നോട്ടിഫിക്കേഷൻ വന്ന് ഗൈസ്, നല്ല കറക്റ്റ് ടൈം ഗൈസ്. നമ്മളെ വീഡിയോ ഓൺ ആവുമോ ഇല്ലയെന്ന് നോക്കാട്ടോ. കറങ്ങിയിരിക്കുകയാണ്, എന്താ പാടെന്ന് അറിയില്ല. ഇവിടെ റേഞ്ച് 2 കട്ടുള്ളൂ, ഷോകാവോന്ന് അറിയില്ല. H+ 2 കട്ടുള്ളൂ, ഷോകാവോന്ന് അറിയില്ല. കറങ്ങിക്കൊണ്ട് നിൽക്കാണ്.
ഇത് 4Gയിലേക്ക് മാറുന്നുണ്ടെന്നൊക്കെ പറയണ കേട്ടിനി. എപ്പോഴാണ് മാറണമെന്നാവും എന്നറിയില്ല, നോക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഫൈനലി ഗൈസ് നമ്മളെ വീഡിയോ ഓൺ ആയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ H+ ഫുൾ കട്ടാണ്. നിങ്ങൾ മേലെ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾ മേലെ നോക്കിയാൽ H+ ഫുള്ളായിട്ട് കാണാൻ പറ്റും. എൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യണ പരിപാടി നടക്കും. എനിക്ക് ഈ കട്ടമേൽ ഇങ്ങനെ ഇരുന്നിട്ട് ജസ്റ്റ് ഫോൺ ഇങ്ങനെ കളിച്ചാൽ മതി, ഫുള്ള് നെറ്റ് കിട്ടും. അങ്ങനെ ഏകദേശം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഫുൾ കട്ടാണത്. കണ്ടോ, ഞാനിവിടെ എൻ്റെ വ്ളോഗ് കണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. BSNL 4G അയക്കണം ഗൈസ്. ബിക്കോസ് എൻ്റെ ഫോണിൽ ഇതാ 4G കാണിക്കുന്നുണ്ട്. കണ്ടോ, BSNL 4G അയക്കണം. 5G എന്നാണ് സിമ്മിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്നത്. 5G അയക്കണോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 4G അയക്കണം. എൻ്റെ 4G ഫോണാണ്, അതിനോടാണ് ഞാൻ 4G അയക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു ഗൈസ്. എഡിറ്റ് ചെയ്തിട്ട് തീരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്രക്കൊണ്ട് ഒരു 25 മിനിറ്റിൻ്റെ അടുത്തുണ്ട് ഏകദേശം ഫുൾ ലെങ്ത്. ഇനി കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു 10-15 മിനിറ്റ് എന്തായാലും ആവും. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.